ഹലോ മക്കളെ, അപ്പൊ നമ്മള് ഡിവോഷണൽ പാസ്റ്റർ ഡിവൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്? ഭക്തി മാർഗം എങ്ങനെയാ വന്നിട്ടുള്ളത് അല്ലെ? ലോർഡ് വിഷ്ണുവിനെ ആരാധിക്കുന്ന ആൾക്കാര്, ശിവനെ ആരാധിക്കുന്ന ആൾക്കാര്, അതുപോലെ തന്നെ അദ്വൈതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാര്, വിശിഷ്ടദ്വൈതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അല്ലെ, ശങ്കര രാമാനുജം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഭക്തി മൂവ്മെന്റ് ഇൻ ദ ഡിഷൻ. So from the 30th to the 17th centuries, Maharashtra saw a great number of saint poets whose songs in simple Marathi continue to inspire people. So 13th to 17th അല്ലെ, 13 മുതൽ 17 വരെയുള്ള ആ സെഞ്ചുറീസിൽ മഹാരാഷ്ട്രയിൽ മറാത്തി ലാംഗ്വേജിൽ സിമ്പിൾ മറാത്തിയിൽ ഉള്ള സോങ്സുകൾ, പോയറ്റ്സിന്റെ സോങ്സുകൾ ആൾക്കാർക്ക് വലിയൊരു എന്ത് കൊടുത്തു? ഇൻസ്പിറേഷൻ കൊടുത്തു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് among them were ജ്ഞാനേശ്വർ അല്ലെങ്കിൽ ജ്ഞാനേശ്വർ, നാംദേവ്, ഏകനാഥ് ആൻഡ് തുക്കരം, as well as women like Sakkubai and the family of Chokkamela who belong to the untouchable Mahar caste. അപ്പം ഇതിനകത്ത് ഇത്തരം കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ജ്ഞാനേശ്വർ, നാംദേവ്, ഏകനാഥ് ആൻഡ് തുക്കരം, ആസ് വെൽ ആസ് വിമൻ ആയിട്ടുള്ള സക്കൂബായി ആൻഡ് ദ ഫാമിലി ഓഫ് ചോക്കാമേല ഹു ബിലോങ് ടു ദി അൺടച്ചബിൾ മഹർ കാസ്റ്റ്. അപ്പൊ ഇത്രയും ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷൻ. This regional tradition of bhakti focused on the Vithala, a form of Vishnu temple in Pandharpur, as well as on the notion of a personal God residing in the hearts of all people. അല്ലെ, എല്ലാ ആൾക്കാരുടെയും ഹൃദയത്തിലുള്ള ഒരു പേഴ്സണൽ ഗോഡ്. These saint poets rejected all forms of ritualism, outward display of piety and social differences based on birth. അപ്പം ഇത്തരം കാര്യങ്ങൾ അല്ലെ, സോഷ്യൽ ഡിഫറൻസസ് ബേസ്ഡ് ഓൺ ബർത്ത് അല്ലെ. ഒരാള് വലിയ കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഉയർന്ന സ്ഥാനം സൊസൈറ്റിയിൽ, അയാൾ താഴ്ന്ന കുലം എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു താഴ്ന്ന സ്ഥാനം സൊസൈറ്റിയിൽ. ഇത്തരത്തിലുള്ള വിവേചനങ്ങളൊക്കെ ഇവര് എതിർത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻ ഫാക്ട് they even rejected the idea of renunciation അല്ലെ. റിനൗൺസിയേഷൻ എന്ന് പറയുന്ന ഐഡിയയെ പോലും അവർ ശരിക്കും ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രിഫർ ടു ലിവ് വിത്ത് ദെയർ ഫാമിലീസ്. അവര് അല്ലെ, അവർക്ക് അതൊന്നും ആയിരുന്നില്ല. അവർക്ക് അവരുടെ ഫാമിലിയുമായിട്ട് ജീവിക്കുക, ഏർണിങ് ദെയർ ലൈവ്ലിഹുഡ് അല്ലെ, അവരുടെ ലൈഫ് അവരെ എൻജോയ് ചെയ്യുക ലൈക്ക് എനി അതർ പേഴ്സൺ വൈൽ ഹംബ്ലി സർവിങ് ഫെലോ ഹ്യൂമൻ ബീങ്സ് ഇൻ നീഡ്. അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു ലൈഫായിരുന്നു അവര് കുറച്ചും കൂടി എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എ ന്യൂ ഹ്യൂമാനിസ്റ്റ് ഐഡിയ എമേർജ്ഡ് ആസ് ദേ ഇൻസിസ്റ്റഡ് ദാറ്റ് ഭക്തി ലേ ഇൻ ഷെയറിങ് അതേഴ്സ് പെയിൻ അല്ലെ. ഭക്തിയില് അല്ലെ വേറെ ആൾക്കാരുടെ പെയിനും ഷെയർ ചെയ്യുക അല്ലെ. അപ്പം ആ ഒരു ഹ്യൂമാനിസ്റ്റ് ഐഡിയയും കൂടെ വരികയാണ് അല്ലെ, ഒരു മാനവികമായിട്ടുള്ളൊരു ഐഡിയയും കൂടെ ഇവിടെ വരുന്നുണ്ട്. ബാക്കി എല്ലാം റെനൗൺസിയേഷനിൽ മാത്രം അല്ലെ, ആ ഒരു രീതിയിൽ എങ്ങനെ നമുക്ക് സാൽവേഷൻ അറ്റൈൻ ചെയ്യാം എന്നാണ് ഇതുവരെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചും കൂടി ഒരു ഹ്യൂമാനിസ്റ്റ് ഐഡിയയിലേക്കാണ് വരുന്നത് അല്ലെ. ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ലൈഫ് എന്നുള്ളൊരു ഐഡിയ. As the famous Gujarati saint Narsi Mehta said, എന്താ അവർ പറഞ്ഞിട്ടുള്ളത്? They are Vaishnavas who understand the pain of others അല്ലെ. ബാക്കിയുള്ള ആൾക്കാരുടെ പെയിനും കൂടെ മനസ്സിലാക്കാം. ആ ഒരു രീതിയിലുള്ള ഒരു ലൈഫാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് അതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് നത്പന്തസ് ആൻഡ് സിദ്ധാസ് ആൻഡ് യോഗീസ് അല്ലെ. സിദ്ധന്മാരും യോഗികളും അതുപോലെ തന്നെ നത്പന്ഥീസ്, a number of religious groups that emerged during this period criticized the ritual and other aspects of conventional religion and the social order using simple logical argument. Among them were the Natpandhis, Siddhacharas and Yogis.
they advocated renunciation of the world. അവര് renunciation of world advocate ചെയ്തു. To them, the path to salvation lay in meditation on the formless ultimate reality and the realization oneness with it. അപ്പം അവിടെ അവര് അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു? സാൽവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, മെഡിറ്റേഷൻ ആയിരുന്നു അല്ലെ, മെഡിറ്റേഷൻ ഓൺ ദ ഫോംലെസ് അൾട്ടിമേറ്റ് റിയാലിറ്റി ആൻഡ് ദ റിയലൈസേഷൻ ഓഫ് വൺനെസ് വിത്ത് ഇറ്റ്. To achieve this, they advocated intense training of the mind and body. അല്ലെ, അവര് through practices like yogasanas, അല്ലെ, അവര് ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒരു ഗുഡ്നെസ് വരുത്താൻ വേണ്ടിയിട്ട് അവര് യോഗയിലെ ആസനങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങൾ? പല പല ആസനങ്ങളുണ്ട് അല്ലെ, ശവാസനം, ഭുജംഗാസനം എന്നൊക്കെ പറഞ്ഞ് കുറെ യോഗാസനാസ് ഉണ്ട്. ത്രികോണാസനം, ചക്രാസനം, വജ്രാസനം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ആസനങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ യോഗാസനാസ് ചെയ്യാം. അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് അല്ലെ, ശ്വസന പ്രക്രിയകൾ അല്ലെ, അനുലോമ വിലോമ എന്നൊക്കെ പറഞ്ഞിട്ട്, സൂര്യഭേദം, ഉജ്ജയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബ്രീത്തിങ് എക്സസൈസസ് ഒക്കെ ഉണ്ട്. അപ്പം അത്തരം ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക അല്ലെ. മെഡിറ്റേഷൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? ശ്വാസമുള്ളിലേക്ക് അങ്ങനെ ഓരോ തരത്തിലും മൈൻഡിന്റെ ഒരു അറ്റൈൻമെന്റ്, അല്ലെങ്കിൽ മൈൻഡിനെയും ബോഡിയെയും എന്താ പറയുന്നത്, ഇന്റൻസ് ട്രെയിനിങ് ടു മൈൻഡ് ആൻഡ് ബോഡി കൊടുക്കുക, ആസനാസ്, ബ്രീത്തിങ് എക്സസൈസും മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട്. These groups became particularly popular among low caste. ഇവര് ലോ കാസ്റ്റസിലായിരുന്നു അവര് പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നത്. And their criticism of conventional religion created the ground for devotional religion to become a popular force in northern India. കൂടുതലായിട്ടും പോപ്പുലർ ഫോഴ്സ് ഇൻ നോർത്തേൺ ഇന്ത്യയിലാണ് ഈ ഒരു ഐഡിയോളജി സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് നത്പന്തി, സിദ്ധാസ് ആൻഡ് യോഗീസിനെ പറ്റി പറയാനുണ്ടായിരുന്നത്. യോഗാസനാസ് ഒക്കെ കൂടുതലായിട്ട് അല്ലെ സിദ്ധന്മാരായിരുന്നു അവർ. ആൻഡ് നെക്സ്റ്റ് ഒരു കാറ്റഗറിയാണ് ഇസ്ലാം ആൻഡ് സൂഫിസം. ഓക്കെ, ഇസ്ലാം ആൻഡ് സൂഫിസം എന്താണ് ഇവിടെ പഠിക്കാനുള്ളത് നോക്കാം നമുക്ക്. The Sands had much in common with the Sufis, so much so that it is believed that they adopted many ideas of each other. Sufis were Muslim mystics. മുസ്ലിം മിസ്റ്റിക്സ് ആയിരുന്നു സൂഫീസ്. ആൻഡ് അതിൽ അവരുടെ ഇടയിൽ ഒരു കുറച്ച് കോമൺ ഐഡിയോളജീസ് സൂഫീസ് ആൻഡ് ഇസ്ലാംസ് ഷെയർ ചെയ്യുന്നുണ്ട്. They rejected outward religiosity and emphasized love and devotion to God. അല്ലെ, അവര് ദൈവത്തിനോടുള്ള ഒരു സ്നേഹവും ഒരു ഡിവോഷനും കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് കമ്പാഷൻ ടുവേർഡ്സ് ഓൾ ഫെല്ലോ ഹ്യൂമൻ ബീങ്സ്. അല്ലെ, എല്ലാ മനുഷ്യന്മാരോടും ഒരു കമ്പാഷനും അതുപോലെ തന്നെ ദൈവത്തിനോടൊരു സ്നേഹവും ഡിവോഷനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാറ്റഗറി ആയിരുന്നു. Islam propagated strict monotheism or submission to one God. ഇസ്ലാം മതവിശ്വാസ പ്രകാരം എന്താണ്, അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസം എന്താണ്, അല്ലെ, ദൈവം ഒന്നാണെന്നുള്ള ഒറ്റ ദൈവത്തിലായിരുന്നു അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. നേരെ മറിച്ച് ഹിന്ദുസ് ആകുമ്പോഴല്ലേ നമ്മൾ നേരത്തെ കണ്ട് എന്താണ്, ശിവ, വിഷ്ണു, ദുർഗ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അല്ലെ. ഇവിടെ വിശ്വസിക്കുന്നത് ഒറ്റ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, മോണോതീസം അല്ലെ, മോണോതീസിസം ആണ് വിശ്വസിക്കുന്നത്. In the 8th and 9th centuries, religious scholars developed different aspects of the holy law and theology of Islam. While the religion of Islam gradually became more complex, Sufis provided it with an additional dimension that favored a more personal devotion to God. The Sufis often rejected the elaborate rituals and codes of behavior demanded by Muslim religious scholars. സൂഫീസ് എന്ന് പറയുന്നത് അല്ലെ, അവര് ഇസ്ലാംസും തമ്മിലൊരു കുറച്ചൊരു റിലേഷൻ അല്ലെ, കുറച്ച് ഐഡിയോളജീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ബന്ധം ഉണ്ടായിരുന്നെങ്കിലും സൂഫീസ് ഇസ്ലാം റിച്വൽസും അല്ലെങ്കിൽ ഇസ്ലാം ബിഹേവിയർ ഒക്കെ പലപ്പോഴായിട്ടും അവര് റിജക്ട് ചെയ്തത് വേറൊരു ഐഡിയോളജി ആയിട്ടാണ് പോകുന്നത്. And they sought union with God much as a love seeks his beloved with a disregard for the world. അപ്പം അവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു.
And like the same poets, the Sufis too composed poems expressing their feelings and a rich literature in prose, including anecdotes and fables developed around them. അപ്പം സെയിം പോയറ്റ്സിനെ പോലെ തന്നെ സൂഫീസും കുറേ എന്തൊക്കെയാണ് കുറേ പോയംസും അവരുടെ ഫീലിങ്സ് ഒക്കെ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Among the great Sufis of Central Asia were Ghazali, Rumi and Sadi. Like the Natpanthis, Siddhas and Yogis, the Sufis too believe that the heart can be trained to look at the world in a different way. അപ്പം നേരത്തെ സിദ്ധാസും യോഗീസും ഒക്കെ എന്താ ബോഡി മൈൻഡിനെ എന്ത് ചെയ്യാണ് ട്രെയിൻ ചെയ്യുക അല്ലെ, അതാ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ സൂഫീസ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്, ഹാർട്ടിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന്റെ ഒരു ഡിഫറെന്റ് വ്യൂ നമുക്ക് കിട്ടുമെന്നാണ് സൂഫീസ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. They developed elaborate methods of training using seeker, that is chanting a name or sacred formula അല്ലെ, എപ്പോഴും മന്ത്രിക്കുക അല്ലെ, ആ ഒരു വചനം തന്നെ മന്ത്രിക്കുന്നതിനെയാണ് പറയുന്നത്. ആൻഡ് കണ്ടംപ്ലേഷൻ, സാമ, റാഗ്സ്, discussion of parables, breath control etc. under the guidance of a master or pir അല്ലെ, ഒരു മാസ്റ്ററുടെ അല്ലെങ്കിൽ ഒരു ഗൈഡിന്റെ ഒരു ഗൈഡൻസോട് കൂടി ഇത്തരം ബ്രീത്തിങ് കൺട്രോളും ഇത്തരം മന്ത്രാസ് ചാൻഡ് ചെയ്യുന്നതും അല്ലെ, ഈ സെയിം വേർഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചാൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. Thus emerged the silsilas, a spiritual genealogy of Sufi teachers, each following a slightly different method of instruction and ritual practice. അങ്ങനെയാണ് ഇവിടെ ഒരു സൂഫിയുടെ ഒരു ഐഡിയോളജീസ് സ്പ്രെഡ് ആവുന്നത്. A large number of Sufis from Central Asia settled in Hindustan from the 11th century onwards. അപ്പം 11th century മുതൽ കുറേ സൂഫീസ് ഹിന്ദുസ്ഥാനിൽ വന്നിട്ട് സെറ്റിൽഡ് ആയി. ദിസ് പ്രോസസ് വാസ് സ്ട്രെങ്തൻഡ് വിത്ത് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ് when several major Sufi centers developed all over the subcontinent. അപ്പം ആ ഒരു സൂഫി ബിലീഫ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദ ചിസ്തി സിൽസില വാസ് among the most influential orders. It had a long line of teachers like Khwaja Muinuddin Chishti of Ajmer, Qutbuddin Bakhtiyar Khaki of Delhi, Baba Farid of Punjab, Khwaja Nizamuddin Aulia of Delhi, and Bandanawaz Gisudars of Gulbarga. So ഇത്രയും ആണ് ഈ ഒരു ടീച്ചേഴ്സിന്റെ നെയിം ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ലൈൻ ഓഫ് ടീച്ചേഴ്സ് ലൈക്ക് ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി ഓഫ് അജ്മീർ, ഖുതബുദ്ദീൻ ബഖ്തിയാർ ഖാക്കി ഓഫ് ഡൽഹി, ബാബ ഫരീദ് ഓഫ് പഞ്ചാബ്, ഖ്വാജ നിസാമുദ്ദീൻ ഔലിയ ഓഫ് ഡൽഹി ആൻഡ് ബന്ദനവാസ് ഗിസുദറാസ് ഓഫ് ഗുൽബർഗ്. ഓക്കെ. The Sufi masters held their assemblies in their khanqahs or hospices. Devotees of all descriptions, including members of the royalty and nobility and ordinary people, flocked to these khanqahs. They discussed the spiritual matters, sought the blessings of the saints in solving their worldly problems, or simply attended the music and dance sessions. അപ്പം അവരുടെ ഗാദറിങ്സും ഡിസ്കഷൻസും അല്ലെ പല പല കാര്യങ്ങളും വർഷിപ്പും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. Often people attributed Sufi masters with the miraculous powers that could relieve others of their illness and troubles. അല്ലെ, സൂഫി മാസ്റ്റേഴ്സിന് ആൾക്കാർ എന്താണ്, അവർക്ക് അല്ലെ അമാനുഷികമായിട്ട് മിറാക്കുലസ് ആയിട്ടുള്ള പവേഴ്സ് ഉണ്ട്. എന്തെങ്കിലും അസുഖമൊക്കെ ബാധിച്ചിരിക്കുന്ന ആൾക്കാരെ ക്യൂർ ചെയ്യാനും അങ്ങനെ ഒത്തിരി പവേഴ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. The tomb or dargah of a Sufi saint became a place of pilgrimage to which thousands of people of all faiths thronged. അപ്പം അവരുടെ അല്ലെ അവർ താമസിക്കുന്ന സ്ഥലം, ഈ മാസ്റ്റേഴ്സ് സൂഫി മാസ്റ്റേഴ്സ് താമസിക്കുന്ന സ്ഥലം ഒരു പിൽഗ്രിമേജ് പോലെ അല്ലെ തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പോലെ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ
ഒത്തിരി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വരാറുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്? ഓർത്തു നോക്കിയേ, നമ്മൾ ആരൊക്കെ പറ്റിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്? ഇപ്പൊ ഫസ്റ്റ് നമ്മള് അല്ലെ ഭക്തി മൂവ്മെന്റ് പഠിച്ചു. അതിനുശേഷം നമ്മള് നത്പന്തീസ്, സിദ്ധാസ് ആൻഡ് യോഗീസ് അല്ലെ, ബോഡി മൈൻഡ് കൺട്രോള്, യോഗാസനാസ്, ഇസ്ലാംസ് ആൻഡ് സൂഫിസം. ഇത്രയും കാര്യങ്ങളാണ് സൂഫീസിനെ പറ്റിയിട്ട്. ആ ഒരു ഐഡിയോളജിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ, ഒത്തിരി സൂഫി മാസ്റ്റേഴ്സിന്റെ പേരും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ പഠിക്കാം. താങ്ക് യു.